അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഹാർട്ട് ആൻഡ് മൈൻഡ് ദ സോൾ ഹീലർ എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ മനസ്സിനും ആത്മാവിനും ശാന്തതയേകുന്ന തുമൈനീന 30 ഡേയ്സ് മെന്റൽ പീസ് ചാലഞ്ചിന്റെ 21ാമത്തെ ദിവസമാണിന്ന്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൽ കിടക്കുന്ന ഏറ്റവും വലിയൊരു ഭാരത്തെ എങ്ങനെ ഇറക്കി വെക്കാം എന്നതിനെ കുറിച്ചാണ്. അതാണ് മാപ്പ് നൽകൽ അഥവാ ഫോർഗിവ്നെസ്. നമ്മളെ ആരെങ്കിലും വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ടാകാം, ചതിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അപമാനിച്ചിട്ടുണ്ടാകാം. അവരോടുള്ള വെറുപ്പും പ്രതികാര ചിന്തയും ഉള്ളിൽ കൊണ്ട് നടക്കുന്നത് അവരെക്കാൾ കൂടുതൽ ദോഷം ചെയ്യുന്നത് നമുക്ക് തന്നെയാണ്. നമ്മൾ മറ്റുള്ളവരോട് വെറുപ്പ് വെക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലെ സമാധാനമാണ് നഷ്ടപ്പെടുന്നത്. ഒരു ട്രെയിനർ എന്ന നിലയിൽ ഞാൻ പറയട്ടെ, മാപ്പ് നൽകുക എന്നാൽ അവർ ചെയ്ത തെറ്റ് ശരിയാണെന്ന് അംഗീകരിക്കലല്ല, മറിച്ച് ആ വ്യക്തിക്ക് നിങ്ങളുടെ മനസ്സിലുള്ള നിയന്ത്രണം അവസാനിപ്പിച്ച് നിങ്ങളുടെ ഹൃദയത്തെ സ്വതന്ത്രമാക്കലാണ്. മറ്റുള്ളവർക്ക് മാപ്പ് നൽകുന്നതിൻ്റെ മനഃശാസ്ത്രവും അതിൻ്റെ ഇസ്ലാമിക പ്രാധാന്യവും 5 ലളിതമായ വഴികളിലൂടെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അതിനു മുന്നോടിയായി മാപ്പ് നൽകലിൻ്റെ സൈക്കോളജിയും ഇസ്ലാമും. സൈക്കോളജിയിൽ ഇതിനെ ഇമോഷണൽ ഫ്രീഡം എന്ന് പറയും. നമ്മൾ ഒരാളോട് ഉള്ളിൽ വെറുപ്പ് വെക്കുമ്പോൾ നമ്മുടെ ശരീരം എപ്പോഴും സ്ട്രെസ് അവസ്ഥയിലായിരിക്കും. എന്നാൽ പൂർണ്ണ മനസ്സോടെ അവർക്ക് മാപ്പ് കൊടുക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ നെഗറ്റീവ് ഊർജം ഇല്ലാതെയാവുകയും മാനസികമായ വലിയൊരു സ്വാതന്ത്ര്യം അനുഭവപ്പെടുകയും ചെയ്യും. വിശുദ്ധ ഖുർആൻ നമ്മോട് എപ്പോഴും മാപ്പ് നൽകാൻ ആവശ്യപ്പെടുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അറാഫിലൂടെ പറയുന്നു, ഖുസിൽ അഫ്വ വഅ്മുർ ബിൽ ഉർഫി വഅറിദ് അനിൽ ജാഹിലീൻ. നീ വിട്ടുവീഴ്ച സ്വീകരിക്കുക, നന്മ കൽപ്പിക്കുക, വിവരദോഷികളെ അവഗണിച്ച് കളയുക എന്നുള്ളത്. മാത്രമല്ല, നമ്മൾ മറ്റുള്ളവർക്ക് മാപ്പ് നൽകുമ്പോൾ സൃഷ്ടാവ് നമുക്കും മാപ്പ് നൽകും. അള്ളാഹു ചോദിക്കുന്നു, വല്യഅഫു വല്യസ്ഫഹു അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും. അവർ മാപ്പ് നൽകുകയും വിട്ടുവീഴ്ച ചെയ്യുകയാണ് വേണ്ടത്. അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ എന്നുള്ളത്. മാപ്പ് നൽകാൻ സഹായിക്കുന്ന 5 വഴികൾ. ഒന്നാമത്തേത്, നിങ്ങളുടെ സ്വന്തം സമാധാനത്തിന് വേണ്ടി മാപ്പ് നൽകുക. നിങ്ങളുടെ മനസ്സിന്റെ സമാധാനത്തിനായി വിട്ടുവീഴ്ച ചെയ്യുക. ഓർക്കുക, നിങ്ങൾ മാപ്പ് കൊടുക്കുന്നത് അവരോടുള്ള സ്നേഹം കൊണ്ടല്ല, മറിച്ച് നിങ്ങളുടെ മനസ്സിന്റെ സമാധാനത്തിന് വേണ്ടിയാണ്. വെറുപ്പുള്ളിൽ കൊണ്ടു നടന്നാൽ അത് നിങ്ങളുടെ ഹൃദയത്തെയാണ് കറുപ്പിക്കുക. അവരെ അവരുടെ വഴിക്ക് വിടുക. രണ്ടാമത്തെ കാര്യം, മനുഷ്യരുടെ അപൂർണതയെ അംഗീകരിക്കുക. തെറ്റുകൾ മനുഷ്യ സഹജമാണെന്ന് മനസ്സിലാക്കുക. നമ്മളെ വേദനിപ്പിച്ചവരും തെറ്റുകൾ പറ്റുന്ന വെറും ഒരു മനുഷ്യരാണ് എന്ന് ചിന്തിക്കുക. ചിലപ്പോൾ അവരുടെ അറിവില്ലായ്മ കൊണ്ടോ സാഹചര്യങ്ങൾ കൊണ്ടോ ആകാം അവർ അങ്ങനെ ചെയ്തത്. അവരോട് സഹതാപം കാണിക്കാൻ ശ്രമിക്കുക. മൂന്നാമത്തേത്, അള്ളാഹുവിൻ്റെ പ്രതിഫലം ഓർക്കുക. അള്ളാഹുവിൽ നിന്നുള്ള ആ വലിയ പദവി ആഗ്രഹിക്കുക. മറ്റുള്ളവർക്ക് മാപ്പ് നൽകുന്നവർക്ക് അള്ളാഹു വലിയ പദവിയാണ് പരലോകത്ത് ഒരുക്കി വെച്ചിട്ടുള്ളത്. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വിട്ടുവീഴ്ച ചെയ്യുന്നത് വഴി അള്ളാഹു ഒരു ദാസന് പ്രതാപമല്ലാതെ വർദ്ധിപ്പിക്കുകയില്ല എന്നുള്ളത്. അള്ളാഹുവിൻ്റെ പ്രീതിക്കായി ഞാൻ മാപ്പ് നൽകുന്നു എന്ന് കരുതുക. ഇനി നാലാമത്തെ കാര്യം, പകരം ചോദിക്കാൻ കഴിവുണ്ടായിട്ടും മാപ്പ് നൽകുക. പ്രവാചകന്റെ മാതൃക പിന്തുടരുക എന്നുള്ളത്. മക്ക വിജയത്തിന്റെ സമയത്ത് തനിക്കെതിരെ യുദ്ധം ചെയ്ത, തന്നോട് ക്രൂരത കാണിച്ച എല്ലാവർക്കും പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരൊറ്റ നിമിഷം കൊണ്ട് മാപ്പ് നൽകിയ ചരിത്രം നമ്മൾ ഓർക്കുക. ആ വലിയ മനസ്സും നമ്മളും ശീലിക്കുക. അഞ്ചാമത്തെ കാര്യം, സ്വയം മാപ്പ് നൽകുക. സെൽഫ് ഫോർഗീവ്നെസ്. നിങ്ങളുടെ കഴിഞ്ഞ കാല തെറ്റുകളിൽ സ്വയം കുറ്റപ്പെടുത്തുന്നത് നിർത്തുക. മറ്റുള്ളവർക്ക് മാപ്പ് നൽകുന്നത് പോലെ തന്നെ പ്രധാനമാണ് കഴിഞ്ഞ കാലത്ത് നിങ്ങൾക്ക് പറ്റിയ തെറ്റുകളിൽ നിന്ന് നിങ്ങളോട് തന്നെ മാപ്പ് പറയുക എന്നത്. അള്ളാഹുവോട് പശ്ചാത്തപിക്കുക, തൗബ ചെയ്യുക, എന്നിട്ട് പഴയ കാര്യങ്ങൾ ഓർത്ത് സ്വയം ശിക്ഷിക്കുന്നത് അവസാനിപ്പിക്കുക. ഇതിലൂടെ ഇന്നത്തെ നിങ്ങളുടെ തുമൈനീന ചാലഞ്ച് ഇതാണ്. നിങ്ങളെ വല്ലാതെ വേദനിപ്പിച്ച ഒരു വ്യക്തിയെ മനസ്സിൽ ഓർക്കുക. ഇന്ന് മുസല്ലയിൽ ഇരുന്നു കൊണ്ട് കണ്ണടച്ച് അള്ളാഹുവോട് പറയുക, പടച്ചവനെ, നിന്റെ പ്രീതിക്ക് വേണ്ടി
അതിനുവേണ്ടി മാത്രം ഞാൻ ആ വ്യക്തിക്ക് പൂർണ്ണമായും മാപ്പ് നൽകിയിരിക്കുന്നു എന്നുള്ളത്. എൻ്റെ ഉള്ളിലെ വെറുപ്പ് നീ മാറ്റിത്തരണമേ എന്ന് ദുആ ചെയ്യുക. അവസാനമായി പറയാനുള്ളത്, പ്രിയപ്പെട്ടവരെ, ഹൃദയത്തിൽ നിന്ന് വെറുപ്പ് മാറുമ്പോൾ മാത്രമേ യഥാർത്ഥ സമാധാനം അഥവാ തുമൈനീന അവിടെ നിന്ന് നിറയുകയുള്ളൂ. വിട്ടുവീഴ്ച ചെയ്യുക, ഉയരങ്ങളിലേക്ക് പറക്കുക. ഹാർട്ട് ആൻഡ് മൈൻഡ് ദ സോൾ ഹീലർ എന്ന ചാനലിലൂടെ നമ്മൾ ഒരുമിച്ച് ഹൃദയങ്ങളെ ശുദ്ധീകരിക്കുകയാണ്. നാളെ തുമൈനീന സീരീസിൻ്റെ 22ാമത്തെ ദിവസത്തിൽ വളരെ മനോഹരമായ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.